ഏവർക്കും റിയാസ് ട്രാവൽ ഡയറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങൾ തുടരുകയാണ്. 6ാമത്തെ ദിവസമായ ഇന്ന് യാത്രയില്ല. പകരം നാംചെ ബസാറിൽ അക്ലിമൈറ്റൈസേഷന്റെ ഭാഗമായി ഒരു ദിവസം താമസിക്കണം. സമുദ്രനിരപ്പിൽ നിന്ന് 3500 മീറ്ററോളം ഉയരത്തിലെത്തിയ നമ്മൾക്ക് ഇനിയുള്ള ഉയരം കയറണമെങ്കിൽ ശരീരം ഈ കാലാവസ്ഥയോട് പൊരുത്തപ്പെടാനുണ്ട്. അല്ലെങ്കിൽ അത് മുമ്പോട്ടുള്ള യാത്രയിൽ ശാരീരികമായ പല ബുദ്ധിമുട്ടുകൾക്കും കാരണമാവും. അക്ലിമൈറ്റൈസേഷന്റെ ഭാഗമായി നാംചെയിൽ നിന്ന് 450 മീറ്ററോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എവറസ്റ്റ് വ്യൂ എന്ന ഹോട്ടൽ വരെ ഒരു ഹൈക്കിംഗ് ചെയ്യാനുണ്ടെന്ന്. ഇത് നാളെ നമ്മൾ യാത്ര തിരിക്കുന്ന 3800 മീറ്റർ ഉയരത്തിലുള്ള ടെംബോച്ചെ എന്ന സ്ഥലത്തെ ഉയരത്തിന്റെ പരിതസ്ഥിതിയുമായി ഇണങ്ങുന്നതിന് നമ്മെ സഹായിക്കും. മാത്രവുമല്ല, എവറസ്റ്റ് വ്യൂ ഹോട്ടലിൽ നിന്നും എവറസ്റ്റ് കൊടുമുടിയുടെ ദൃശ്യം നമുക്ക് ഈ യാത്രയിൽ ആദ്യമായി വീക്ഷിക്കാൻ കഴിയും എന്നതാണ് ഈ ഹൈക്കിങ്ങിന്റെ ഒരു പ്രത്യേകത. അതിനു പുറമെ ലോകത്തിലെ 4ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ ലോട്ട്സെ പർവ്വതവും 6500 മീറ്ററിലധികം ഉയരമുള്ള കൊടുമുടിയായ അമഡബ്ലോവും കാണാൻ കഴിയും എന്നതാണ് ഇന്നത്തെ ഹൈക്കിങ്ങിന്റെ മറ്റൊരു പ്രത്യേകത. മലകളുടെ ചെരുവിൽ സ്ഥിതി ചെയ്യുന്ന നാംചെ ബസാർ എന്ന ഈ പട്ടണം കുംഭു മേഖലയിൽ ട്രെക്കിംഗ് നടത്തുന്നവർക്കിടയിൽ ജനപ്രിയമാണ്. പ്രത്യേകിച്ച് അക്ലിമൈറ്റൈസേഷനു വേണ്ടി താമസിക്കാൻ ആളുകൾ നാംചെ ഏറെ ഇഷ്ടപ്പെടുന്നു. ഹിമാലയൻ കൊടുമുടികളിലേക്കുള്ള ഒരു പ്രവേശന കവാടം കൂടിയാണ് നാംചെ. സമുദ്രനിരപ്പിൽ നിന്നും 6000 മീറ്റർ ഉയരത്തിലുള്ള തംസേർക്കു, കുസുംഗംകുരു പോലുള്ള കൊടുമുടികളുടെ കാഴ്ച നാംചെയെ സുന്ദരമാക്കുന്നു. സന്ദർശകരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന നിരവധി താമസസ്ഥലങ്ങളും വിവിധ ഷോപ്പുകളും കൂടാതെ നിരവധി ഇന്റർനെറ്റ് കഫേകളും ഈ ടൗണിലുണ്ട്. ഇത്രയും ദിവസം മൂടിക്കെട്ടിയിരുന്ന കാലാവസ്ഥയ്ക്ക് ഇന്ന് നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ട്. മുകളിൽ നിന്നും നാംചെയുടെ ആകാശ കാഴ്ച വ്യക്തമായി കാണാം. കുത്തനെയുള്ള ആ മലയുടെ മുകളിലേക്കു ഞങ്ങൾ ആയാസപ്പെട്ടു കയറിക്കൊണ്ടിരുന്നു. താഴെ നാംചെയിൽ സ്ഥിതി ചെയ്യുന്ന മിലിറ്ററി ക്യാമ്പിൽ നിന്നും പ്രാക്ടീസിന്റെ ഭാഗമായി ആയുധധാരികളായ പട്ടാളക്കാർ മലകേറി താഴോട്ടിറങ്ങി വരുന്നുണ്ട്. ഏറെ കൗതുകകരമായ കാഴ്ച. എല്ലാവരെയും അനുഗമിച്ചു മല കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന നായകളാണ്. ശനിയാഴ്ച രാവിലെ ഗ്രാമത്തിന്റെ മധ്യത്തിൽ ഒരു ആഴ്ചച്ചന്ത നടക്കാറുണ്ട്. അതിനു പുറമെ വസ്ത്രങ്ങളും ചൈനീസ് ഉപഭോക്തൃവസ്തുക്കളും വിൽക്കുന്ന പ്രതിദിന ടിബറ്റൻ വിപണിയും നാംചെയിലുണ്ട്. പ്രാദേശിക ഭക്ഷണമായ യാക്സ്റ്റീക്കാണ് ഇവിടുത്തെ ജനപ്രിയ ഭക്ഷണം. ഇതാണ് നാംചെയിലെ സെംബോച്ചെ വിമാനത്താവളം. പക്ഷേ ഇതിപ്പോൾ പ്രവർത്തനക്ഷമമല്ല. ഫിക്സഡ് വിംഗ് എയർക്രാഫ്റ്റുകൾ മാത്രമേ ചാർട്ടർ ഫ്ലൈറ്റായി ഇവിടെ ലാൻഡ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമ്മൾ എത്തിനിൽക്കുന്ന ഉയരവും നാംചെയുടെ ഭൂവിസ്തൃതിയും വൈവിധ്യങ്ങളും വിവരിക്കുന്ന ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. മലയുടെ മുകളിൽ 2-3 റിസോർട്ടുകളും റെസ്റ്റോറൻറ്റുകളും കാണാം. എന്നാൽ നമ്മൾക്ക് എത്തിച്ചേരേണ്ട എവറസ്റ്റ് വ്യൂ ഹോട്ടലിലേക്ക് ഇനിയും പോവാനുണ്ട്. റിസോർട്ടിന്റെ കവാടത്തിൽ തന്നെ ഭക്ഷണത്തിന്റെ മെനു ഒരു ബോർഡിൽ എഴുതിവെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാത്തിനും നാംചെയിലുള്ളതിനേക്കാൾ ഇരട്ടിയിലധികമാണ് ചാർജ് ഈടാക്കുന്നത്. ഇനിയുള്ള യാത്ര മലഞ്ചെരുവിലൂടെയാണ്. താഴേക്കു നോക്കിയാൽ അഗാധമായ താഴ്ചയാണ്. യാതൊരുവിധ സംരക്ഷണ ഭിത്തികളുമില്ലാത്ത വീതി കുറഞ്ഞ ഈ വഴിയിലൂടെ നടക്കാൻ നമുക്ക് ചെറുതായൊന്നു ഭയം തോന്നും. കാലൊന്നു തെറ്റിപ്പോയാൽ പിന്നെ ഒരു രക്ഷയും ഉണ്ടാവില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഈ ഭാഗത്തിലൂടെ സഞ്ചരിക്കാൻ. വഴി വളഞ്ഞുപുളഞ്ഞ് അങ്ങറ്റം വരെ കാണാം. ഞങ്ങൾ ആ വഴിയിലൂടെ വളരെ ശ്രദ്ധിച്ച് ഹോട്ടൽ എവറസ്റ്റ് വ്യൂ ലക്ഷ്യമാക്കി മുമ്പോട്ടു നടന്നു. ഉച്ചയാകുന്നതിനു മുമ്പ് അവിടെ എത്തണം. ലോകത്തിലെ തന്നെ ഉയർന്ന പ്രദേശമാണ് ഹിമാലയം. അതുകൊണ്ട് തന്നെ മേഘങ്ങൾ മൂടി കൊടുമുടികളുടെ കാഴ്ചയെ എപ്പോൾ വേണമെങ്കിലും മറക്കാൻ തുടങ്ങും. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമുക്ക് വ്യക്തമായ കാഴ്ചകൾ കിട്ടാറുള്ളൂ. നമ്മുടെ ഭാഗ്യം ഒരു പ്രധാന ഘടകം തന്നെയാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിംഗ്. ഞങ്ങൾ മലയുടെ മുകളിലുള്ള ഒരു ഹെലിബേസിൽ എത്തിച്ചേർന്നു. ഇത് എവറസ്റ്റ് വ്യൂ ഹോട്ടലിന്റെ അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ട്രെക്കിങ്ങിനു പുറമെ ഹെലികോപ്റ്റർ ടൂറിസവും ഇവിടെ വൻതോതിൽ അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ട്. കാഠ്മണ്ഡുവിൽ നിന്നും ലുക്ലയിൽ നിന്നുമെല്ലാം ഹെലികോപ്റ്റർ സർവീസുകൾ ലഭ്യമാണ്. 12-16 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ട്രെക്കിംഗ് നടത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഹെലികോപ്റ്റർ വഴി എവറസ്റ്റ് ബേസ് ക്യാമ്പ് വരെ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് നടത്താം. പക്ഷേ വലിയ ചാർജ് തന്നെ ഈ പാക്കേജുകൾക്ക് ഈടാക്കുന്നുണ്ട്. ഇതിനു പുറമെ റെസ്ക്യൂ ആവശ്യങ്ങൾക്കും ഹെലികോപ്റ്റർ ആണിവിടെ ആശ്രയിക്കുന്നത്. ഒടുവിൽ ഞങ്ങൾ എവറസ്റ്റ് വ്യൂ ഹോട്ടലിൽ എത്തിച്ചേർന്നു. 1971 ആരംഭിച്ച ഈ ഹോട്ടൽ 2004 ഗിന്നസ് ബുക്കിൽ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹോട്ടലായി ഇടം നേടി.
നിരവധി മാസികകളിൽ ഫീച്ചർ ചെയ്യപ്പെടുകയും മീഡിയ കവറേജ് ലഭിക്കുകയും ചെയ്തതിനാൽ ഈ ഹോട്ടൽ ലോക ജനശ്രദ്ധ ആകർഷിച്ചതാണ്. ഹോട്ടൽ എവറസ്റ്റ് വ്യൂ ഹിമാലയത്തിൻ്റെ സാഹസിക മനോഭാവത്തിൻ്റെ പ്രതീകം കൂടിയാണ്. ഹോട്ടലിൻ്റെ മറുസൈഡിൽ ട്രെക്കേഴ്സ് വ്യൂ പോയിന്റ് എന്നൊരു ഏരിയയുണ്ട്. അവിടെ നിന്നു നോക്കിയാൽ എവറസ്റ്റ് കൊടുമുടിയുടെ പനോരമിക് വ്യൂ കാണാം. ഞങ്ങളത് കാണാനായി മറുഭാഗത്തേക്ക് നടന്നു. വിസ്മയിപ്പിക്കുന്ന കൊടുമുടികളുടെ 360 ഡിഗ്രി കാഴ്ചയാണ് ഹോട്ടൽ വാഗ്ദാനം ചെയ്യുന്നത്. എല്ലാ മുറികളിൽ നിന്നും എവറസ്റ്റ് കൊടുമുടി വീക്ഷിക്കാൻ കഴിയുമ്പോൾ സന്ദർശകർക്ക് ആഡംബരത്തിൽ തന്നെ ആ വിസ്മയിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ കഴിയും എന്നതാണ് എവറസ്റ്റ് വ്യൂ ഹോട്ടലിൻ്റെ പ്രത്യേകത. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, മേഘങ്ങൾ കൊടുമുടികളുടെ കാഴ്ചയെ മറച്ചിരിക്കുന്നു. എങ്കിലും ഉയരത്തിൽ 4ാമത്തെ കൊടുമുടിയായ ലോട്ട്സെ പർവ്വതവും അമഡബ്ലവും ചെറുതായി കാണുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും നിരാശപ്പെടേണ്ട കാര്യമില്ല. മുമ്പോട്ടുള്ള യാത്രയിൽ കൊടുമുടികളുടെ വ്യക്തമായ കാഴ്ചകൾ നമ്മെ കാത്തിരിക്കുന്നതേയുള്ളൂ. ഞങ്ങൾ കുറച്ചു സമയം അവിടെ ചിലവഴിച്ചതിനു ശേഷം മലയിറങ്ങാൻ തുടങ്ങി. എൻ്റെ അക്ലിമൈറ്റൈസേഷൻ ഹൈക്കിംഗ് ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു. ഉയർന്ന പരിതസ്ഥിതിയിലെ മാറ്റവുമായി പൊരുത്തപ്പെടുന്ന പ്രക്രിയയാണ് അക്ലിമൈറ്റൈസേഷൻ. ഇത് വിവിധ പാരിസ്ഥിതിക സാഹചര്യങ്ങളുമായി ഇണങ്ങാൻ നമ്മെ പൊരുത്തപ്പെടുത്തുന്നു. കോടമഞ്ഞ് താഴ്വാരങ്ങളെ മൂടാൻ തുടങ്ങി. വൻകൊടുമുടികളെല്ലാം തന്നെ മഞ്ഞിൻ്റെ മറവിലേക്കൊളിച്ചു കഴിഞ്ഞു. താഴേക്കിറങ്ങുമ്പോൾ കെട്ടിടങ്ങൾ നിർമ്മിക്കാനുള്ള കല്ലുകൾ കൊത്തിയുണ്ടാക്കുന്ന ഒരു ഭാഗത്തേക്കെത്തി. യന്ത്രങ്ങളുടെ സഹായമില്ലാതെ തീർത്തും മനുഷ്യനിർമ്മിതമാണ് ഇവിടെയുള്ള ഓരോ കെട്ടിടങ്ങളും. ഇന്ന് യാത്രയുടെ 7ാമത്തെ ദിവസം. നാംചെയോട് വിട പറഞ്ഞു ഞങ്ങൾ ടെമ്പോച്ചയെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം തോന്നിയൊരു ദിവസം കൂടിയാണിന്ന്. ഇന്നത്തെ ദിവസം പ്രകൃതി നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഈ യാത്ര തന്നെ വൃഥാവിലാകുമായിരുന്നു. കാരണം അതിമനോഹരമായ കാഴ്ചകളിലൂടെയാണ് ഇന്ന് നമുക്ക് പോകേണ്ട പാത കടന്നു പോകുന്നത്. 10 കിലോമീറ്ററിലധികം നടക്കാനുണ്ട് നാംചെയിൽ നിന്നും ടെമ്പോച്ചയിലേക്ക്. സാധാരണ ഗ്രാമങ്ങളിൽ നിന്നും വിഭിന്നമായി ഒരു ആത്മീയ കേന്ദ്രം കൂടിയാണ് ടെമ്പോച്ചെ. ഇവിടെ പ്രസിദ്ധമായ ഒരു ബുദ്ധിസ്റ്റ് മോണസ്ട്രി സ്ഥിതി ചെയ്യുന്നു എന്നതാണ് ടെമ്പോച്ചയുടെ പ്രത്യേകത. അങ്ങനെ യാത്രയിൽ ആദ്യമായി ഞങ്ങൾക്ക് മുമ്പിൽ എവറസ്റ്റ് എന്ന മഹാകൊടുമുടിയുടെ ദൃശ്യം തെളിഞ്ഞു. അകലെയായി ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന എവറസ്റ്റ് കൊടുമുടി തെളിഞ്ഞു കാണാം. അതിനു തൊട്ടടുത്തായി ലോകത്തിലെ തന്നെ 4ാമത്തെ കൊടുമുടിയായ ലോട്ട്സെ പർവ്വതവും കാണാം. എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. 1953 ഇതിഹാസ പർവ്വതാരോഹകനായ സർ എഡ്മുണ്ട് ഹിലാരിയും അദ്ദേഹത്തിൻ്റെ ഷെർപ്പ ടെൻസിംഗ് നോർഗയും കീഴടക്കുന്നതുവരെ മനുഷ്യരാശിക്കു അപ്രാപ്യമായി നിലകൊണ്ട ആ വൻകൊടുമുടി ഇതാ എൻ്റെ കൺമുന്നിൽ. 29,000 അടിക്കു മുകളിൽ ഉയരമുള്ള ലോകത്തിലെ ഒരേ ഒരു കൊടുമുടി. ഭൂമിയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ആ ഉത്തുംഗ ശൃംഗത്തിൻ്റെ ചിത്രങ്ങൾ കുറച്ചധികം ഞാൻ മൊബൈലിൽ പകർത്തി. എവറസ്റ്റിനെ നേപ്പാളികൾ സാഗർമാത എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ടിബറ്റുകാർക്ക് അത് ചൊമൊലുമ്മയാണ്. ലോകത്തിൻ്റെ മാതാവ് എന്നാണ് ഈ വാക്കിനർത്ഥം. എവറസ്റ്റിൻ്റെ തെക്കുഭാഗം നേപ്പാളും വടക്കുഭാഗം ചൈനയുടെ സ്വയം ഭരണാവകാശമുള്ള ടിബറ്റും പങ്കിടുന്നു. അതുകൊണ്ട് തന്നെ 2 രാജ്യങ്ങളിലൂടെയും എവറസ്റ്റ് പർവ്വതാരോഹകർ കീഴടക്കാറുണ്ട്. എവറസ്റ്റിൻ്റെയും ലോട്ട്സെയുടെയും സമീപത്തായി അമഡബ്ലം എന്ന കൊടുമുടിയും കാണാം. എന്നാൽ മേഘങ്ങൾക്കിടയിൽ പകുതിയോളം മറഞ്ഞിരിക്കുകയാണ്. പക്ഷേ കുഴപ്പമില്ല, മുമ്പോട്ടുള്ള യാത്രയിൽ തെളിഞ്ഞ കാഴ്ചകൾ നമ്മെ കാത്തിരിക്കുന്നതേയുള്ളൂ. ഇടയ്ക്ക് 2-3 എവറസ്റ്റ് വ്യൂ പോയിന്റുകൾ കൂടിയുണ്ട്. അവിടെയെല്ലാം ഓരോ ബുദ്ധസ്തൂപങ്ങളും കാണാം. ഇത് മനോഹരമായ ഒരു ദൃശ്യഭംഗി തന്നെ നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. 8,000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ലോകത്തിലെ 14 കൊടുമുടികളും സ്ഥിതി ചെയ്യുന്നത് ഹിമാലയം കാരക്കോറം പർവ്വതനിരകളിലാണ്. ഇത് നേപ്പാൾ, ചൈന, പാകിസ്ഥാൻ, ഇന്ത്യ എന്നീ രാജ്യങ്ങളുടെ അതിർത്തികളിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവറസ്റ്റ് കൊടുമുടി കാണാൻ തുടങ്ങിയെങ്കിലും അതിൻ്റെ ബേസ് ക്യാമ്പിലേക്കെത്താൻ ഇനിയും 4 ദിവസം ട്രെക്കിംഗ് ചെയ്യാനുണ്ട്. അതിൽ ഒരു അക്ലിമൈറ്റൈസേഷൻ ഡേ കൂടി ഉൾപ്പെടുന്നു. 4,500ഓളം മീറ്റർ ഉയരത്തിലുള്ള ഡിംഗ്ബോച്ചയിലാണ് ഇനി അടുത്ത അക്ലിമൈറ്റൈസേഷൻ ചെയ്യാനുള്ളത്. പച്ചപ്പു നിറഞ്ഞതും മഞ്ഞുമൂടിയതുമായ മലനിരകൾ ഹിമാലയത്തിൻ്റെ വിരിമാറിലൂടെയുള്ള യാത്ര നിങ്ങൾക്ക് ഒരു പ്രത്യേക അനുഭൂതി തന്നെ നൽകുന്നു. നിരന്തരമായ മലകയറ്റം തുടക്കത്തിൽ നിങ്ങളെ വല്ലാതെ തളർത്തുമെങ്കിലും ക്രമേണ നിങ്ങൾ അതിനോട് പൊരുത്തപ്പെട്ടു തുടങ്ങും. അല്ലെങ്കിലും ഏതു പരിതസ്ഥിതിയോടും പൊരുത്തപ്പെടാനുള്ള കഴിവ് മനുഷ്യനുണ്ട് എന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ എവറസ്റ്റ് പോലുള്ള കൊടുമുടികൾ കീഴടക്കാൻ ഒരിക്കലും മനുഷ്യർക്ക് സാധിക്കില്ലല്ലോ. ഞങ്ങൾക്കു മുമ്പിലായി ഒരു സംഘം ട്രെക്കേഴ്സ് ബേസ് ക്യാമ്പ് ലക്ഷ്യമാക്കി പോകുന്നുണ്ട്.
പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നമസ്തേ എന്ന് എല്ലാവരും അഭിവാദ്യം ചെയ്യുന്നു. ചിലർ നാടും വീടും ജോലിയും എല്ലാം അറിയാൻ താൽപ്പര്യപ്പെടും. ഒരേ അഭിരുചിയുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗത്തിൽ നിന്നുള്ള ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് ഈ വഴിയിൽ കാണാൻ സാധിക്കും. ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. കാലാവസ്ഥ തെളിഞ്ഞതുകൊണ്ട് കാഠ്മണ്ഡുവിൽ നിന്നും ലുക്ല വരെയുള്ള ഫ്ലൈറ്റ് സർവീസ് പുനരാരംഭിച്ചിരിക്കുന്നുവത്രേ. അല്ലെങ്കിൽ മടക്കയാത്രയിലും എനിക്ക് ഹെലികോപ്റ്ററിനെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു. 400 മുതൽ $450 കാഠ്മണ്ഡുവിലേക്കുള്ള ഹെലികോപ്റ്റർ ചാർജ്. അതേസമയം വിമാന ടിക്കറ്റിന് $100 മുതൽ $150 വരെ മാത്രമാണ് ചാർജ് ഈടാക്കുന്നത്. മാത്രവുമല്ല, ഹെലികോപ്റ്റർ എക്സ്ട്രാ ചാർജ് ആയതുകൊണ്ട് നമ്മുടെ ട്രെക്കിംഗ് പാക്കേജിൽ ഉൾപ്പെടുകയുമില്ല. ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് നമ്മൾ നടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. താഴേക്ക് നോക്കിയാൽ അഗാധമായ താഴ്ചയാണ്. ഞങ്ങൾ ഒരു മല കയറിയിറങ്ങി അടുത്തൊരു ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. മലകളുടെ ചെരുവിലുള്ള ചെറിയൊരു ഗ്രാമമാണ് ക്യാഞ്ചുമ. അതിമനോഹരമായ ഒരു കൊച്ചു ഗ്രാമമാണിത്. പ്രകൃതി രമണീയമായ ക്യാഞ്ചുമയിൽ താമസിക്കാനും സമയം ചിലവഴിക്കാനും സഞ്ചാരികൾ ഏറെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് കുറച്ചു ടീ ഹൗസുകളും റെസ്റ്റോറൻറ്റുകളും ഇവിടെയുണ്ട്. ഇതിനു പുറമെ ടെൻറ്റുകളും സഞ്ചാരികൾക്കായി ഇവിടെ ലഭ്യമാണ്. ഇതാണ് കാഞ്ചുമയിലെ അമഡബ്ലം ലോഡ്ജ് ആൻഡ് റെസ്റ്റോറൻറ്റ്. തെളിഞ്ഞ കാലാവസ്ഥയിൽ എവറസ്റ്റും അമഡബ്ലവും ലോഡ്സയുമെല്ലാം കാണാമെന്നുള്ളതിനാൽ ആ കാഴ്ചയും ആസ്വദിച്ചുകൊണ്ട് കുറച്ചു സമയത്തേക്ക് ഒരു ടീ ബ്രേക്ക് എടുക്കാൻ അധികം ആളുകളും ഇവിടം ഇഷ്ടപ്പെടുന്നു. റെസ്റ്റോറൻറ്റിനു പുറമെ ടിബറ്റൻ കരകൗശല വസ്തുക്കൾ വഴിയുടെ ഇരുവശങ്ങളിലും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. അവയെല്ലാം കൗതുകത്തോടെ നോക്കി മുമ്പോട്ട് ഞാൻ നടന്നുകൊണ്ടിരുന്നു. ഇനിയങ്ങോട്ട് റോഡോഡെൻഡ്രോൺ കാടുകളാണ്. പക്ഷേ സീസൺ അല്ലാത്തതിനാൽ മരങ്ങളൊന്നും പുഷ്പിച്ചിട്ടില്ല. റോഡോഡെൻഡ്രോൺ പൂക്കൾ വിരിയുന്ന കാലത്ത് നേപ്പാളിലെ ട്രെക്കിംഗ് മറ്റ് മാസങ്ങളെ അപേക്ഷിച്ച് മികച്ച സമയമാണ്. നേപ്പാളിൻ്റെ ദേശീയ പുഷ്പമാണ് റോഡോഡെൻഡ്രോൺ. റോഡോഡെൻഡ്രോൺ പുഷ്പങ്ങളെ നേപ്പാളിയിൽ ലാലിഗുറൻസ് എന്നാണ് വിളിക്കുന്നത്. മാർച്ച് മാസം മുതൽ മെയ് മാസം വരെ പുഷ്പിക്കുന്ന കടുംചുവപ്പായ പൂക്കൾ വസന്തത്തിനെ സ്വാഗതം ചെയ്യുന്നതിൻ്റെ അടയാളം കൂടിയാണ്. നേപ്പാളിലെ വിവിധ ഭാഗങ്ങളിലുള്ള മലനിരകളിൽ പുഷ്പിക്കുന്ന റോഡോഡെൻഡ്രോൺ കാണാൻ ധാരാളം ആളുകൾ എത്തുന്നു. ഗ്രാമവാസികൾ പൂക്കൾ ശേഖരിക്കുകയും വഴിയാത്രക്കാർക്കും നഗരവിപണികളിലും വിൽപ്പനയും നടത്താറുണ്ട്. ശരത്കാലമായതിനാൽ ഇലകൾ പൊഴിഞ്ഞു വീണ് ചളിയിൽ അഴുകിക്കിടക്കുകയാണ്. ഇത് ആ വഴിയിലൂടെ നടക്കാൻ അല്പം ബുദ്ധിമുട്ടുളവാക്കി. എങ്കിലും ഇരുവശങ്ങളിലുമായി തിങ്ങി വളർന്നു നിൽക്കുന്ന റോഡോഡെൻഡ്രോൺ മരങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതി തോന്നി. റോഡോഡെൻഡ്രോൺ പുഷ്പിച്ചു നിൽക്കുന്ന സമയത്ത് ഈ വഴി കടന്നു പോവാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഒരു നിമിഷമെങ്കിലും ഞാൻ ആഗ്രഹിച്ചുപോയി. 20 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന കടും ചുവപ്പിലുള്ള ലാലിഗുരൻസ് എന്നറിയപ്പെടുന്ന റോഡോഡെൻഡ്രോണിനു പുറമെ മനോഹരമായ ചുവപ്പ്, പിങ്ക്, വെള്ള എന്നീ നിറത്തിലുള്ള പൂക്കളുമുണ്ട്. 30-ലധികം വ്യത്യസ്തങ്ങളായ റോഡോഡെൻഡ്രോണുകളുടെ ആവാസകേന്ദ്രം കൂടിയാണ് നേപ്പാൾ. ഒരു വലിയ ഏരിയ തന്നെ കാട് വളർന്നു പന്തലിച്ചു കിടക്കുകയാണ്. ഞങ്ങൾ ഏകദേശം അത് പിന്നിട്ടു കഴിഞ്ഞു. ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പ്രവേശിക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് സാൻസ. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇത് ഒരു ജംഗ്ഷൻ കൂടിയാണ്. ഇവിടെ വഴി രണ്ടായി പിരിയുന്നുണ്ട്. ഗോക്യോ തടാകവും ഗോക്യോരി സമ്മിറ്റിലേക്കുമുള്ള വഴിയും അതുപോലെ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ള മറ്റൊരു വഴിയും ഇവിടെ നമുക്ക് കാണാം. എൻ്റെ യാത്രയുടെ ലക്ഷ്യം ഇത് രണ്ടും ആണെങ്കിലും ആദ്യം ഞാൻ പോകുന്നത് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കാണ്. അവിടെ നിന്നും ചോല പാസ് വഴിയാണ് ഗോക്യോയിലേക്കുള്ള എൻ്റെ യാത്ര ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ അടുത്ത ഗ്രാമമായ കുംജുങ് വില്ലേജിലെത്തി. വിശാലമായ അതിരുകളുള്ള ഈ ഗ്രാമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെട്ടതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന സ്ഥലങ്ങളായ ടെമ്പോച്ചെ, പാമ്പോച്ചെ, പെരിച്ചെ, ഡോളെ, ചാർച്ചും, മച്ചെർമോ, ലോബുച്ചെ, ഡിൻപോച്ചെ, ഗോക്യോ എന്നിവയെല്ലാം തന്നെ. 2011 സെൻസസ് പ്രകാരം 581 വീടുകളിലായി 1912 ആളുകളാണ് ഈ ഗ്രാമത്തിലെ മൊത്തം ജനസംഖ്യ. 1961 ഇതിഹാസ പർവ്വതാരോഹകനായ സർ എഡ്മണ്ട് ഹിലാരിയുടെ ഹിമാലയൻ ട്രസ്റ്റ് കുംജുങ്ങിൽ ഒരു സ്കൂൾ നിർമ്മിച്ചു. 2 ക്ലാസ് മുറികളോടെയാണ് സ്കൂൾ ആരംഭിച്ചതെങ്കിലും ഇപ്പോൾ 350-ലധികം വിദ്യാർത്ഥികളുള്ള പ്രൈമറി, സെക്കൻഡറി വിഭാഗങ്ങളുള്ള സ്കൂളായി ഇതിപ്പോൾ പ്രവർത്തിക്കുന്നു. വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് മാലിന്യങ്ങൾ നിക്ഷേപിക്കാനായി സൗകര്യം ചെയ്തു വച്ചിട്ടുണ്ട്. ഇത് പ്രദേശത്തെ വൃത്തിയോടെ നിലനിർത്താൻ സഹായിക്കുന്നു. വിശപ്പും ദാഹവും അതിൻ്റെ പാരമ്യത്തിൽ എത്തിയിരിക്കുന്നു. തുടർച്ചയായ നടത്തം കാരണം നന്നായി ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട്. അടുത്തു തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടെന്നും അവിടെ നിന്നും നമുക്ക് ഉച്ചഭക്ഷണം കഴിക്കാമെന്നും മദൻ പറഞ്ഞു. ഗൈഡുകൾ എല്ലാവരും തന്നെ അവരവരുടെ പരിചയക്കാരുടെ റെസ്റ്റോറൻറ്റുകളിലേക്കായിരിക്കും നമ്മെ കൊണ്ടുപോവാർ.
അത് അവരും ഹോട്ടലിൻ്റെ ഉടമകളും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. ഈ സമ്പ്രദായം എല്ലാ നാട്ടിലും ഉള്ള പോലെ ഇവിടെയും നടക്കുന്നു. വഴി പൈൻമരങ്ങൾ തിങ്ങിനിറഞ്ഞ ഒരു ഭാഗത്തേക്ക് കടന്നു. ബുദ്ധമന്ത്രങ്ങൾ എഴുതിയ വലിയ പാറകൾ പൈൻമരങ്ങൾക്കിടയിലൂടെ കാണാം. താഴെ ദൂക്കോഷിയുടെ ഇരമ്പൽ വീണ്ടും കേൾക്കാൻ തുടങ്ങി. വഴിയിലൂടെ താഴേക്കിറങ്ങിയാൽ അവിടെ മദന് പരിചയമുള്ള ഒരു റെസ്റ്റോറൻ്റുണ്ട്. അവിടെ നിന്നാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം. അകലെ നിന്നു തന്നെ റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് നടന്നു. പതിവ് ഭക്ഷണമായ ദാൽബാത്ത് തന്നെയാണ് ഇന്ന്. അത് കഴിച്ചു കുറച്ചൽപ്പം വിശ്രമിച്ചതിന് ശേഷം ടെമ്പോച്ചയെ ലക്ഷ്യമാക്കി ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ടെമ്പോച്ചെ ഏകദേശം എത്താനായിരിക്കും. മുമ്പിൽ കാണുന്ന ആ തൂക്കുപാലം കടന്നു വേണം ടെമ്പോച്ചയിലേക്ക് പോവാൻ. താഴെ ദൂത്കോഷി നദി പതഞ്ഞൊഴുകുന്നുണ്ട്. തൂക്കുപാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ചെക്ക് പോയിന്റാണ്. അവിടെ നമ്മുടെ രേഖകൾ എല്ലാം പരിശോധിച്ചതിനു ശേഷമേ കടത്തിവിടൂ. ടെമ്പോച്ചെ പവിത്രമായ ഒരു ബുദ്ധിസ്റ്റ് മോണസ്റ്ററി സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടി ആയതിനാൽ മിലിറ്ററിയുടെ സംരക്ഷണത്തിലാണ് ഈ മേഖല. ഞങ്ങൾ ആ പാലം കടന്നു മറുകരയിൽ എത്തിച്ചേർന്നു. വലിയൊരു കുന്നിൻ മുകളിലാണ് ടെമ്പോച്ചെ മോണസ്റ്ററി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു കയറ്റം തന്നെ ഇനി കയറാനുണ്ട്. കുന്നിനു താഴെ മനോഹരമായൊരു പ്രദേശത്താണ് ചെക്ക് പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. വലിയൊരു കയറ്റം കയറുന്നതിനു മുമ്പ് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ ട്രെക്കേഴ്സിനായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ മുമ്പ് ഘാട്ട് എന്ന ഗ്രാമത്തിൽ കണ്ടതിന് സമാനമായി ഇവിടെയും കുറേ പ്രെയർ വീലുകൾ കുടിലുകൾക്കകത്തായി സ്ഥാപിച്ചിരിക്കുന്നു. ഒരു ആത്മീയ കേന്ദ്രത്തിലേക്കുള്ള പ്രവേശന അനുമതി കൂടിയാണ് ഇവിടെ നിന്നും നമ്മൾക്ക് ലഭിക്കുന്നത്. നമ്മുടെ ബാഗുകൾ പരിശോധിക്കാനുള്ള ഒരു കൗണ്ടർ കാണാമെങ്കിലും ബാഗുകൾ ചെക്ക് ചെയ്യാനൊന്നും ആരും മുതിരുന്നില്ല. കൊണ്ടുപോവാൻ അനുവാദമില്ലാത്ത സാധനങ്ങൾ ബാഗിനകത്തുണ്ടോ എന്ന് ചോദിച്ചറിയുക മാത്രമാണ് മിലിറ്ററി ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. ഫോട്ടോയും വീഡിയോയും പകർത്തുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്നെഴുതിയ ബോർഡ് കൗണ്ടറിനടുത്തു തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ചെക്ക് പോയിന്റ് കഴിഞ്ഞ ഉടനെ തന്നെ കുത്തനെയുള്ള ഒരു കുന്ന് കയറണം. ആ കുന്നിൻ മുകളിലാണ് ടെമ്പോച്ചയിലെ പ്രസിദ്ധമായ ബുദ്ധിസ്റ്റ് മോണസ്റ്ററി സ്ഥിതി ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം താമസിക്കാനുള്ള ലോഡ്ജും അതിൻ്റെ തൊട്ടടുത്തു തന്നെയാണ്. നമ്മൾ ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 4000 മീറ്ററോളം മുകളിലേക്ക് അടുക്കുകയാണ്. ഇന്നലെ നാംചയിൽ അക്ലിമൈറ്റൈസേഷൻ ചെയ്തതിൻ്റെ ഫലം നന്നായി കാണുന്നുണ്ട്. യാതൊരുവിധ ശാരീരിക ബുദ്ധിമുട്ടുകളും ഇപ്പോൾ എന്നെ തളർത്തുന്നില്ല. അങ്ങകലെ നിന്നു തന്നെ മണിയടി ശബ്ദം കേൾക്കാം. ഭാരങ്ങൾ വഹിച്ചു വരുന്ന നാൽക്കാലികളുടെ കഴുത്തിൽ തൂക്കിയ വലിയ മണികളുടെ ശബ്ദമാണ്. വഴിയുടെ ഓരത്തേക്ക് മാറി നിൽക്കാനുള്ള ഒരു സിഗ്നൽ കൂടിയാണ് ആ മണിയടി ശബ്ദം. ചെറിയൊരു ബാഗും തോളിലിട്ട് ആ മല കയറാൻ കഷ്ടപ്പെടുന്ന എനിക്ക് മുമ്പിലൂടെ ഭാരിച്ച സിമന്റ് ചാക്കും വഹിച്ചു പോകുന്ന ഒരു ഗ്രാമവാസിയെ ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും പിറകിലുള്ള അത്യധ്വാനം ഇവിടെ എത്രത്തോളമാണെന്ന് ഇതുപോലുള്ള മനുഷ്യർ നമ്മൾക്ക് കാണിച്ചു തരുന്നു. ഇന്നത്തെ യാത്ര അവസാനിക്കാറായി എന്നുള്ളതിൻ്റെ സൂചനയെന്നോണം ഇന്ന് താമസിക്കാനുള്ള ലോഡ്ജിലേക്കുള്ള ഒരു ബോർഡ് വഴിയിൽ സ്ഥാപിച്ചിരിക്കുന്നത് കണ്ടു. ട്രെക്കേഴ്സ് ലോഡ്ജ് എന്നാണ് ഇതിൻ്റെ പേര്. ഒരു ആത്മീയ കേന്ദ്രം കൂടി ആയതിനാൽ മറ്റു ഗ്രാമങ്ങളിൽ കാണുന്നത് പോലെ ഒരുപാട് ലോഡ്ജുകൾ ഒന്നും ഇവിടെയില്ല. മാത്രവുമല്ല വൈഫൈ സൗകര്യം ഒന്നും ഇവിടെ ലഭിക്കില്ലെന്ന് മദൻ പറയുന്നു. ഒരു കവാടത്തിലൂടെയാണ് മോണസ്ട്രിയിലേക്കുള്ള വഴി. കവാടം കടന്നുകഴിഞ്ഞാൽ പിന്നെ കുറച്ചു പടികൾ കയറി വേണം മോണസ്ട്രിയിലെത്താൻ. അതിൻ്റെ തൊട്ടടുത്തു തന്നെയാണ് ഇന്ന് താമസിക്കാനുള്ള ട്രെക്കേഴ്സ് ലോഡ്ജ്. ഞാൻ ആ പടികൾ ആയാസപ്പെട്ട് കയറി ഒരുവിധം മുകളിലെത്തി. നന്നായി കിതപ്പ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. എങ്കിലും അവിടെ എനിക്ക് എത്താൻ കഴിഞ്ഞല്ലോ എന്നോർത്ത് സംതൃപ്തി തോന്നി. മുകളിൽ ടെമ്പോച്ചെ മോണസ്ട്രി കാണാം. പരിസരം മുഴുവൻ മഞ്ഞുമൂടിയിരിക്കുന്നതു കാരണം കൊടുമുടികളുടെ വ്യക്തമായ കാഴ്ചകൾ മറഞ്ഞിരിക്കുകയാണ്. എവറസ്റ്റ് കൊടുമുടി വ്യക്തമായി കാണുന്ന ഒരു സ്പോട്ട് കൂടിയാണ് ടെമ്പോച്ചെ. പക്ഷേ നിരാശപ്പെടേണ്ടെന്നും നാളെ ടെമ്പോച്ചയിലെ മനോഹരമായ കാഴ്ചകൾ നമ്മെ കാത്തിരിക്കുകയാണെന്നും മദൻ പറഞ്ഞു. ഞങ്ങൾ നേരെ ലോഡ്ജിലേക്ക് പോയി. റൂം എടുത്തു ബാഗുകൾ അവിടെ വെച്ചതിനു ശേഷം മോണസ്ട്രി കാണാൻ പോകണം. മഞ്ഞുമൂടിയതു കാരണം ലോഡ്ജിൻ്റെ മുൻഭാഗം എന്താണെന്ന് പോലും അറിയുന്നില്ല. എന്നാൽ മനോഹരമായ ഒരു കാഴ്ച നാളെ രാവിലെ ഇവിടെ നിന്നും നിനക്കു കാണാൻ സാധിക്കുമെന്ന് മദൻ സൂചിപ്പിച്ചു. മോണസ്ട്രിയിൽ പ്രാർത്ഥന തുടങ്ങാൻ സമയമായിരിക്കുന്നു. അതു കാണാൻ സഞ്ചാരികൾക്ക് അനുവാദമുണ്ട്. ഞങ്ങൾ ഉടനെ തന്നെ മോണസ്ട്രി ലക്ഷ്യമാക്കി നടന്നു. മോണസ്ട്രിയുടെ ചുറ്റിനും ബുദ്ധസന്യാസിമാർക്കു താമസിക്കാനുള്ള കോട്ടേജുകളാണ്. അവ പല ദിക്കിൽ നിന്നും ഇവിടെ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി വരുന്ന ബുദ്ധസന്യാസിമാർക്ക് താമസിക്കാൻ പണികഴിപ്പിച്ചതാണ്. മനോഹരമായ ഒരു കവാടത്തിലൂടെയാണ് മോണസ്ട്രിയിലേക്ക് പ്രവേശിക്കേണ്ടത്.
കുംബു മേഖലയിലെ കുംജൂങ് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ടെമ്പോച്ചെ മോണസ്ട്രി ദാവചോലിംഗ് ഗോംബ എന്നും അറിയപ്പെടുന്നു. ഷെർപ്പ സമുദായത്തിൻ്റെ ടിബറ്റൻ ബുദ്ധവിഹാരം കൂടിയാണിത്. സമുദ്രനിരപ്പിൽ നിന്നും 3867 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആശ്രമം കുംബു മേഖലയിലെ തന്നെ ഏറ്റവും വലിയ ബുദ്ധിസ്റ്റ് കോംബ് കൂടിയാണ്. ടിബറ്റിലെ റോംബുക്ക് മൊണാസ്ട്രി എന്നറിയപ്പെടുന്ന മാതൃ ആശ്രമവുമായി ശക്തമായ ബന്ധമുള്ള ഗുലുലാമ 1916 ഈ മോണസ്ട്രി നിർമ്മിക്കുന്നത്. 1934 ഭൂകമ്പത്തിൽ ഇത് തകർന്നുപോവുകയും പിന്നീട് പുനർനിർമ്മിക്കുകയും ചെയ്തു. 1989 വൻ തീപിടുത്തത്തിൽ രണ്ടാം തവണയും ഇതിന് സാരമായ നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും പിന്നീട് സന്നദ്ധ പ്രവർത്തകരുടെയും അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള സഹായത്തോടെയും ഇത് പുനർനിർമ്മിച്ചു. എവറസ്റ്റ് കീഴടക്കാൻ പോകുന്ന ദൗത്യസംഘങ്ങൾ ഇവിടം സന്ദർശിച്ചു അനുഗ്രഹങ്ങൾ തേടാറുണ്ട്. പ്രാർത്ഥനാ ഹാളിൽ ക്യാമറ അനുവദനീയമല്ലാത്തതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നാളെ ടെമ്പോച്ചയിൽ നിന്നും ഡിംബോച്ചയിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.